എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ നാട്ടിലൊക്കെ ചോദിക്കുന്നു എങ്ങനെ ടെറാറിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം കാണിച്ചു തരാമേ. ആദ്യം നമുക്ക് വേണ്ടത് ആക്ച്വലി ഇതിനകത്തൊരു ജാറാണ്. എയർ ടൈറ്റ് ആയിരിക്കണം, കണ്ടില്ലേ? എയർ ടൈറ്റ് ആയിരിക്കണം. നമുക്ക് ജാറോടെ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്ലേ പെബിൾസ് ആണ്. നമ്മുടെ നാട്ടിലെ പിന്നെ ചെളി ഉണ്ടാക്കുന്നൊരു ചെളിയില്ലേ, ചെളി അതുണ്ടാക്കുന്ന പെബിൾസ് ആണ് കേട്ടോ. ഇതാണ് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് പെബിൾസ്. ആദ്യം ഇതിനോട്ട് ആഡ് ചെയ്യണം. നമുക്കിതൊന്ന് ആക്ച്വലി നേരാക്കി കൊടുക്കണം കേട്ടോ, ടൈറ്റ് ആക്കണം. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു നെറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ ഇതിന് ഈ ക്ലേയുടെ മുകളിലാണ് നമ്മൾ സോയിൽ ഇടാൻ വേണ്ടി പോകുന്നത്. പക്ഷെ സോയിലും ഈ ക്ലേ ആയിട്ട് മിക്സ് ആകാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു നെറ്റ് ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ആ സ്റ്റെപ്പ് ആകുമ്പോഴേക്കും. നിങ്ങൾ റിയലി ടെറാറിയ ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആക്ച്വലി എല്ലാ സ്റ്റെപ്പും കാണാൻ വേണ്ടി നോക്കുക. ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ടെറാറിയ മൊത്തത്തിൽ കുളമായി പോകും കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്നാ പറയാം. നമ്മുടെ ചാർക്കോൾ ഇല്ലേ, ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഇതാണ് ആക്ച്വലി നമ്മൾ ഇതിലൊഴിക്കുന്ന വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ അത് നമ്മൾ ക്ലേ പെബിൾസ് ഇട്ട് അതിനുശേഷം നമ്മൾ നെറ്റ് ഇട്ടു. അതിനുശേഷം നമ്മൾ ചാർക്കോൾ ഇടുക. ഒരു ചെറിയൊരു തിൻ ലെയർ ഇട്ടാൽ മതിയാവേ. ക്ലേയുടെ പെബിൾസ് ഇട്ടു, അതിനുശേഷം നെറ്റ് ഇട്ടു, അതിനുശേഷം ചെറിയൊരു ലെയർ ചാർക്കോൾ ഇട്ടു. ഇനി നമുക്ക് വേണ്ട നമ്മുടെ സോയിലാണ്. സോയിൽ ആക്ച്വലി ഞാൻ നനച്ച് വെച്ചിരിക്കുന്ന സോയിലാട്ടോ, എന്നാലേ നമുക്ക് ആ വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നത് കാണിച്ചിട്ട് ആദ്യം ആക്ച്വലി നമ്മൾ കുറച്ച് സോയിൽ ഇതേപോലെ ഇതിലേക്ക് ഇടുക. ഓക്കെ, ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ പറ്റും, പേടിക്കണ്ട. ഇത് നമുക്ക് ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഈ വോളിലോട്ട് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഞാൻ കാണിച്ചു തരാം. ഈ സോയിൽ ആക്ച്വലി നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ കാണിച്ചത് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്, എന്നിട്ട് എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം വോളിലോട്ട്. എൻ്റെ ആക്ച്വലി ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി പാഷനൊക്കെ മാറി ബിസിനസ് ആയിരുന്നു. ഇതിൻ്റെ വില കിട്ടാൻ തോന്നുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടായിരുന്നു. പാഷനല്ലേ നമ്മൾ ബിസിനസ് ആക്കണ്ടേ അല്ലേ? നമ്മൾ പിന്നെ എന്നതാ ബിസിനസ് ആക്കണ്ടേ? പിന്നെ കുറെ ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാ ചെയ്തത്. എനിക്ക് ഇവിടുന്ന് ദുബായിൽ നിന്ന് എന്തൊക്കെയാണ് ഷിപ്മെന്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങനെ ട്യൂട്ടോറിയൽ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു. കുറച്ച് ആൾക്കെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കട്ടെ. അങ്ങനെ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ വോളിലൊക്കെ സ്റ്റിക്കി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ച്വലി ഒരു ഡ്രിഫ്റ്റ് വുഡ് വെച്ച് കൊടുക്കാമേ. എനിക്കെൻ്റെ ടെറാറിയത്തിൽ വുഡ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ വെക്കണ്ട. ഞാൻ എപ്പോഴും എൻ്റെ ടെറാറിയത്തിൽ ആക്ച്വലി വുഡ്സ് വെക്കാറുണ്ട്. എനിക്കെന്തോ ഈ വുഡ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വൈൽഡ് ലുക്കൊക്കെ കിട്ടാറുണ്ട് ഈ വുഡ്സ് വെക്കുമ്പോഴേക്കും. അങ്ങനെ നമുക്ക് ഒരു വുഡ് വെച്ച് കൊടുക്കാം. ഞാൻ ടെറാറിയത്തിൽ വെക്കാൻ പോകുന്ന കുറച്ച് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തരാം. ഇതാണ് ഫിറ്റോണിയ, ഒരു റെഡ് ഫിറ്റോണിയ കേട്ടോ. ഇതിൻ്റെ പേരും ഫിറ്റോണിയ എന്നാണ്. ഇത് ആക്ച്വലി ഗ്രീനും വൈറ്റും കളറുള്ള. ടെറാറിയത്തിൽ വെക്കുമ്പോഴേക്കും എപ്പോഴും സൂക്ഷിക്കുക, ഹ്യൂമിഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾ നമ്മൾ വെക്കണം. പക്ഷേ ഇത് ക്ലോസ് സിസ്റ്റം അല്ല, അതുകൊണ്ട് ഹ്യൂമിഡ് ഇഷ്ടപ്പെടണം കേട്ടോ. ഇതിൻ്റെ പേരാണ് ആക്ച്വലി പീലിയ. വളരെ നല്ലോണം ഹ്യൂമിഡ് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഇതാണ് ആക്ച്വലി ബേബി ടിയസ് എന്നൊരു പ്ലാന്റാണ് കേട്ടോ, ബേബി ടിയസ്. ഇതിൻ്റെ പേര് ഫൈക്കസ് പുമീല എന്നാണ്. ലീഫിലൊരു വൈറ്റ് കളറൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ പേര് ആക്ച്വലി സ്ട്രിങ് ഓഫ് ടർട്ടിൽസ് എന്ന ഈ പ്ലാന്റിൻ്റെ പേര്. ഇത്രയും പ്ലാന്റാണ് ഞാൻ ടെറാറിയത്തിൽ ഇവിടെ വെക്കുന്നത്. അതുകൂടാതെ ഞാൻ ആക്ച്വലി മൂസസും വെക്കാറുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ടെറാറിയത്തിൽ വെക്കുന്നത്. ഞാനിത് എങ്ങനെ വെക്കുന്നത് കാണിച്ചു തരാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്കിനി ഇതിൽ മോസസ് വെക്കാം കേട്ടോ. ആക്ച്വലി മോസസ് ടെറാറിയത്തിൽ ഭയങ്കര ഭംഗിയാണ്. ആക്ച്വലി നമുക്ക് ആദ്യം ഇവിടെ കുറച്ച് മോസ് വെച്ച് കൊടുക്കാം. ഇത് ക്ലോസ്ഡ് ടെറാറിയ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണ്ട കേട്ടോ. ഇതിൽ മോസൊക്കെ ഹ്യൂമിഡ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഈ മോസസും ഞാൻ ഈ പറഞ്ഞ പ്ലാന്റുകളൊക്കെ. അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണ്ട. ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതിയായിരിക്കും. ഒരുപാട് ഇതിൽ പുഷ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ അതിൽ വളർന്നുള്ളൂ അടിപൊളിയായിട്ട്. നമുക്കിനി പ്ലാന്റ്സ് ആഡ് ചെയ്യാം.
ഞാൻ ആക്ച്വലി ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് സ്ട്രിങ് ഓഫ് ടർട്ടിൽ എന്നോ ഞാൻ പറഞ്ഞ പ്ലാൻ ഇല്ല. അതാണ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. ഞാനപ്പോൾ അവിടെ ഇത് ആഡ് ചെയ്യാൻ വേണ്ടി പോവാം. നമുക്ക് നോക്കാം. വെറുതെ വെച്ച് കൊടുത്താൽ മതി. ഇതെല്ലാം ഹ്യൂമിഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ പുഷ് ചെയ്യേണ്ട. അവിടെ ഓട്ടോമാറ്റിക്കലി റൂട്ട്സ് ഒക്കെ മുളയ്ക്കും. അതുകൊണ്ട് നമ്മളത് പുഷ് ചെയ്യേണ്ട കേട്ടോ. ഒരുപാട് വെറുതെ വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്കൊരു ഫിറ്റോണി ആഡ് ചെയ്യാം. ഫിറ്റോണിയെ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഗ്യാപ്പിലാണ്. നമുക്കിനി ബേബി ടിയേഴ്സ് ആഡ് ചെയ്യാം. ഇതും വളരെയധികം ഹ്യൂമിഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആട്ടോ. ഇത് ഞാനിവിടെ ഈ കോർണറിൽ ഇങ്ങനെ പയ്യെ ചെറുതായിട്ടൊരു ജെന്റിൽ പുഷിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പീലി ആഡ് ചെയ്യാം. പീലി നമുക്ക് ആക്ച്വലി ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഹ്യൂമിഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്നായിരിക്കും ഇതിൻ്റെയൊക്കെ വളർച്ച. ഇനി നമുക്ക് ചെറിയൊരു ഈ വൈറ്റ് ഫിറ്റോണി ആഡ് ചെയ്യാം. ഒരെണ്ണം കൂടെ കട്ട് ചെയ്താൽ എനിക്ക് ഇത്രയും വലുത് വേണ്ട. ഫിറ്റോണിയുടെ ഒക്കെ ഒരു ഗുണം എന്നാണെന്നറിയാമോ? ഇത് ആക്ച്വലി ഇവിടെ മുഴുവൻ റൂട്ട്സ് ആണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് ഫിറ്റോണിയാസൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ വേര് ഉൾപ്പെടെ എടുക്കണമെന്നില്ല. ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് ചെറിയ ചെറിയ വേരുകൾ കാണാം. അപ്പോൾ ഫിറ്റോണിയൊക്കെ അങ്ങനെയുള്ള പ്ലാന്റ്സുകളാണ്. പെട്ടെന്ന് ആക്ച്വലി ഈ ഹ്യൂമിഡ് വെതറിൽ വളരും. അതുകൂടാതെ തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെക്കാനും പറ്റും. ഫിറ്റോണിയ വെച്ചു. സ്പ്രിംഗ് ടേൽസിനെ കാണാം. ഞാൻ സ്പ്രിംഗ് ടേൽസിനെ കൾച്ചർ ചെയ്യുന്നുണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ട്. അവരിവിടെയൊക്കെ ഒരുപാട് ഓടി നടക്കുന്നുണ്ട്. നമുക്കൊരു 2 പീസിനെടുത്ത് നമ്മുടെ ടാരത്തിനകത്തോട്ടാണ്. ജീവികളൊക്കെ ഉണ്ട് ഒരു വൈറ്റ് കളറിലെ. ഇതാണ് സ്പ്രിംഗ് ടേൽസ്. നമുക്കിനി ഇവന്മാരകത്തോട്ട് ആഡ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇവന്മാർ ആഡ് ചെയ്യണം അതിനകത്തോട്ട്. ഇവന്മാരാണ് നമ്മുടെ ടെറാറിയത്തിലെ ക്ലീനേഴ്സ്. ഇവന്മാർ ഇതിലെ കൂടെ കോടി നടന്ന് അഴുകി വീണ ഇലകളൊക്കെ കഴിച്ച് അങ്ങ് ജീവിച്ചോളും. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കാം കേട്ടോ. നല്ല രീതിയിൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് കഴിഞ്ഞു. ഞാനിത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതൊരു മിനി എക്കോസിസ്റ്റം കേട്ടോ. ഇത് ആക്ച്വലി ഞാനിനി തുറക്കാനുള്ള പ്ലാനൊന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.